മധ്യ കേരളത്തിൽ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റമാണ് സജീവ ചർച്ചയെങ്കിൽ ഇത്തവണ കേരളത്തിൽ ഉടനീളം വലിയ നേട്ടം കൈവരിക്കാൻ ഉള്ള പ്രയത്നത്തിൽ ആണ് ബി.ജെ.പി. എന്നത് നേരത്തെ തന്നെ ന്യൂസ് ടൈംസ് പങ്കുവച്ചതാണ്. അവർ ചില മണ്ഡലങ്ങളെ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് 34 മണ്ഡലങ്ങൾ എന്നതാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ മുന്നിൽ ഉള്ള അജണ്ട. അതിൽ തന്നെ ചില മണ്ഡലങ്ങൾ എന്നത് എ ക്ലാസ് മണ്ഡലങ്ങൾ ആണ്. അത്തരം ഒരു മണ്ഡലം ആണ് മഞ്ചേശ്വരം എന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം അടക്കം മഞ്ചേശ്വരത്ത് നടന്നിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് രാഷ്ട്രീയ എതിരാളികളോട് ബി.ജെ.പി. സ്ഥാനാർത്ഥി പരാജയപ്പെട്ട ചരിത്രവും മഞ്ചേശ്വരത്തിന് ഉണ്ട്. അങ്ങനെ മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബി.ജെ.പിക്ക് മുന്നിൽ വെല്ലുവിളിയായി മാറുന്ന മറ്റൊരു രാഷ്ട്രീയം ആണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. അത് ടോളിൻ്റെ രാഷ്ട്രീയം എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ദേശീയപാതകൾ, ആ ദേശീയപാതകളുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ദേശീയപാത വികസനത്തിന് തുടക്കം കുറിച്ചത് UDF-ന്റെ കാലഘട്ടത്തിൽ ആണ് എന്ന് UDF അവകാശപ്പെടുന്നു. ആ കാലഘട്ടത്തിലടക്കം ദേശീയപാതകളുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിക്ക് എതിർപ്പാണ് ഉണ്ടായിരുന്നത്. അത് യാഥാർത്ഥ്യവുമാണ്. കാരണം പ്രധാനമന്ത്രിയായി ഇതിനു മുമ്പ് പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിന് മുമ്പ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതു മുന്നണികൾ കൈകോർത്തുകൊണ്ട് ഒരു അഭ്യർത്ഥന കേന്ദ്രത്തിന് നൽകിയിരുന്നു. അത് വിചിത്രമായ ഒരു അഭ്യർത്ഥനയായിരുന്നു. ഒരുപക്ഷെ മറ്റെവിടെയും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു അഭ്യർത്ഥന. അത് കേരളത്തിലെ ദേശീയപാതകളുടെ വീതി കൂട്ടരുത് എന്നതായിരുന്നു. വീതി കൂട്ടിയാൽ കേരളം വിഭജിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ 45 മീറ്റർ എന്ന വീതിയൊക്കെ അവിടെ ഒരു ഐക്യത്തിലേക്ക് അന്ന് എത്തിപ്പെട്ടിരുന്നു എന്നതാണ്. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് അതായിരുന്നു. സാധാരണ എല്ലാ സംസ്ഥാനങ്ങളും തങ്ങൾക്ക് വീതി കൂടിയ ദേശീയപാത വേണം, അതിന് പണം അനുവദിക്കണമെന്ന് പറയുമ്പോൾ കേരളം മാത്രം ഞങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, വീതി കൂട്ടരുത് എന്ന വിചിത്രമായ ഒരു അഭ്യർത്ഥന നടത്തിയ സംസ്ഥാനം കൂടിയാണ്. ആ സാഹചര്യമൊക്കെ ചരിത്രമാണ്. ഇപ്പോഴാകട്ടെ ദേശീയപാതയുടെ വീതിയും നീളവും എല്ലാം അവകാശവാദങ്ങളായി മാറുന്നു. ഈ ദേശീയപാതയുടെ അവകാശവാദത്തിൽ ബി.ജെ.പി. ഞങ്ങളുടെ പദ്ധതിയാണിത് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു. പക്ഷേ ഭൂമി ഏറ്റെടുത്ത് നൽകിയത് സംസ്ഥാനമല്ലേ എന്ന ചോദ്യം സംസ്ഥാന സർക്കാരുമൊക്കെ ഉന്നയിക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമുണ്ട് എന്നത് വ്യക്തമാണ്. ഇതിനിടയ്ക്കാണ് ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടാവുക, ദേശീയപാതയുടെ മണ്ണ് ഇടിഞ്ഞു വീഴുക. ആ സമയത്തൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇവരെല്ലാം കൈയൊഴിയുന്നത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴിതാ ഈ ദേശീയപാതയിലെ ടോൾ പിരിവ് രാഷ്ട്രീയ ആയുധമായി മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. ടോൾ പിരിവിന് എതിരെ ഇപ്പോൾ വലിയ തോതിൽ ഉള്ള പ്രതിഷേധം അലയടിക്കുമ്പോൾ കാസർഗോഡ് നടക്കുന്ന ഈ ടോൾ പിരിവ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കി രാഷ്ട്രീയ എതിരാളികൾ മാറ്റുവാൻ കാരണം മഞ്ചേശ്വരം എന്നത് തീർച്ചയായും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എ ക്ലാസ് മണ്ഡലമാണ്. ബി.ജെ.പി. വിജയ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ജനങ്ങൾക്ക് ബി.ജെ.പിയിൽ നിന്ന് അകലുന്നതിന് വേണ്ട വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടത് രാഷ്ട്രീയ എതിരാളികളുടെ ആവശ്യകതയാണ്. ആ രാഷ്ട്രീയ വിഷയത്തെ ഉയർത്തി കാണിക്കുമ്പോഴാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ടോൾ എന്ന വിഷയം രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത്. ആ വിഷയത്തിൽ LDF-ഉം UDF-ഉം ഒരുമിച്ച് ബി.ജെ.പിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. തത്വത്തിൽ ഇത് ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം ആണ് എങ്കിൽ പോലും ബി.ജെ.പിക്ക് എതിരെ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് UDF-ഉം ഇടതുപക്ഷവും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ആക്ഷൻ കമ്മിറ്റി അവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ടോൾ പിരിവിന് എതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കും, അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ഒക്കെയാണ്. ഇതിനിടെ സ്ഥലം MLA AKM അഷ്റഫ് നിരാഹാര സമരവുമായി രംഗത്ത്, സത്യഗ്രഹ സമരവുമായി രംഗത്ത് എത്തിയിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ആണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഒപ്പം കാസർഗോഡ് കുമ്പള അരിക്കോടിയിലെ ടോൾ പ്ലാസയ്ക്ക് നേരെയുണ്ടായ പ്രതിഷേധത്തിൽ കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുള്ള സാഹചര്യം കൂടി ആണ് ഉള്ളത്. സമരം തുടർന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന മഞ്ചേശ്വരം MLA AKM അഷ്റഫിന് പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ, അതായത് ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധക്കാർ ക്യാമറകളും സ്കാനറും ടോൾ ബാരിയറും ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർത്ത സംഭവമുണ്ടായി. എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് സമരസമിതി ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നത്. അതിന് നേതൃത്വം നൽകുന്ന AKM അഷ്റഫിൻ്റെ വാക്കുകളിലേക്കാണ് ഇനി. ചർച്ചയിൽ അവർ ഒറ്റ കാര്യം, ഏറ്റവും നമ്മൾ അരിയാരം കളിക്കുന്ന ആളുകൾക്കറിയാം, കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ
കോടതി അവസാനമായി ജഡ്ജ് ചോദിച്ചത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ. ഇന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ 12-ാം തീയതി ടോള് പിരിക്കുന്ന ദിവസം ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ആ പെർമിഷൻ കൊടുത്തു എന്നാണ്. ജഡ്ജൊരു വിധി പറയാതെ പിരിക്കുന്നെന്ന് പറയുന്നത് അന്യായമല്ലേ? അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും ഒരു ഇളവിന് റെഡിയല്ല. കാസർഗോഡ് ജില്ല ഒഴിവാക്കാൻ റെഡിയല്ല. അവരൊറ്റ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ ജനകീയ പോരാട്ടത്തിൽ തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. ആരിക്കാടിയിലെ ടോൾ ബൂത്ത് കാസർഗോഡൻ ജനതയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ 100% തോൽക്കും. വരും നാളുകളിൽ നിങ്ങളത് കാണും. യെസ്, ഈ നിലയിൽ അതായത് വ്യാപകമായ പ്രതിഷേധം ആണ് ടോൾ പിരിവിന് നേരെ നടക്കുന്നത്. അങ്ങനെ ഒരു ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം ഒരു വലിയ ജനകീയ കൂട്ടായ്മയായി മാറുന്ന പശ്ചാത്തലമുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് ആദ്യം ഇപ്പോഴത്തെ സാഹചര്യം എന്ത് എന്നത് തന്നെ അറിയാം. KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, നമുക്കതിൻ്റെ ഒരു രാഷ്ട്രീയം പറയേണ്ടതുണ്ട്. കാരണം ഇതിനു മുമ്പും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ഉയരാറുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അത് കൂടുതൽ ശക്തിയാർജിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പാലിയേക്കര ടോൾ എന്ന ആ ഒരു ടോൾ ആയിരിക്കണം. ഇപ്പോഴിതാ മഞ്ചേശ്വരത്ത് വലിയൊരു പ്രതിഷേധം നടക്കുന്നു, കാസർഗോഡ് വലിയൊരു പ്രതിഷേധം നടക്കുന്നു. ആ പ്രതിഷേധവും എതിർപ്പും അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ആ പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്? ബൈജു, കേൾക്കാമെങ്കിൽ നമ്മളെപ്പോഴും വാർത്തകളിൽ ഈ ടോളുകൾ നിറയാറുണ്ട് എന്നതും ടോൾ പ്ലാസയിലെ പ്രതിഷേധങ്ങൾ നിറയാറുണ്ട് എന്നതും വസ്തുതയാണ്. ഇതിപ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴവിടെ ഉയരുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ കാരണം, ആ പ്രതിഷേധത്തിൽ എത്രത്തോളം ജനകീയ പങ്കാളിത്തമുണ്ട് ബൈജു? അഭിലാഷ്, BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് AKM അഷ്റഫ് MLA ആണ്. അതായത് കഴിഞ്ഞ 3 ദിവസമായി AKM ഇവിടെ സത്യാഗ്രഹ സമരത്തിലാണ്. അല്പസമയം മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ആരിക്കാടിയിൽ നിന്നും AKM-നെ ഉൾപ്പെടെ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരപ്പന്തൽ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും പോലീസ് പറയുന്നത് ഇന്നലെ രാത്രി ഉണ്ടായ അനിഷ്ട സംഭവം, അതായത് പുറത്തു നിന്നും ഐക്യദാർഢ്യവുമായി എത്തിയ ആളുകൾ വലിയ തോതിൽ സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നും ഇതേ രീതിയിൽ സമരം തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ സാമൂഹ്യ ദ്രോഹികൾ ഉൾപ്പെടെ ഈ സമരത്തിൽ നുഴഞ്ഞു കയറി വലിയ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്നാണ് അറസ്റ്റിന് ഇവർ വഴങ്ങിയത്. അങ്ങനെ മുഴുവൻ ആളുകളെയും ഇവിടെ നിന്നും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇവിടെ സമരപ്പന്തൽ പൊളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയം അത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം, ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്നും മംഗളൂരുവിലേക്ക് പോകുന്ന ഭാഗത്ത് 20 കിലോമീറ്റർ മാത്രം മാറിയാൽ അടുത്ത ടോൾ പ്ലാസയായി. നിയമപ്രകാരം 60 കിലോമീറ്ററിൽ ടോൾ പ്ലാസ പാടില്ല. ഇതിപ്പോൾ താൽക്കാലികമായ ഒരു ടോൾ പ്ലാസയാണ്. 2ാം റീച്ചിൽ ചാലിങ്കാറാണ് ടോൾ പ്ലാസ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തതുകൊണ്ടാണ് താൽക്കാലികമായി 1ാം റീച്ചിൽ തന്നെ, അതായത് തലപ്പാടിയോട് അടുത്ത് കിടക്കുന്ന കാസർഗോഡ് മഞ്ചേശ്വരം 2 മണ്ഡലത്തെ ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു സംഭവം കൂടിയായി ഇത് മാറുകയാണ്. വീണ് കിട്ടിയ ആയുധം കൃത്യമായി ഉപയോഗിക്കുന്നു എന്ന് വേണം പറയാൻ. അതിൽ പ്രത്യേകിച്ച് മുന്നിൽ നിൽക്കുന്നത് AKM അഷ്റഫാണ്. നമുക്കറിയാം മഞ്ചേശ്വരത്ത് ഇത്തവണ UDF-ന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വരിക AKM അഷ്റഫ് ആയിരിക്കും. AKM അഷ്റഫ് സജീവമായി പങ്കെടുക്കുന്ന ഒരു സമരം. ഇതിൽ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധത്തിലാണ്. കാരണം ഇവിടെ നിന്നും തൊട്ട് സമീപത്തേക്ക് കുമ്പള ടൗണിലേക്കും മറ്റും പോകുമ്പോൾ 80 രൂപയാണ് ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ മാത്രം കൊടുക്കേണ്ടി വരിക. ഇനി അത് തിരിച്ചു വരികയാണെങ്കിൽ പിന്നീട് വീണ്ടും 45 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ വലിയ തുകയാണ് കാറിനൊക്കെ ഇവിടെ ഈടാക്കുന്നത്. ബസ്സിന് ഒരു ദിവസം 1750 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. അതായത് സർവീസ് റോഡില്ല. സർവീസ് റോഡിലെ പോകുന്ന വാഹനങ്ങൾ ഈ ടോൾ പ്ലാസ കടന്നു വേണം പിന്നീട് അടുത്ത ഒരു സർവീസ് റോഡിലേക്ക് പോകാൻ. അങ്ങനെ പുഴയുടെ സമീപത്തായി ഒരു താൽക്കാലികമായ ഒരു രീതിയിലുള്ള ഒരു ടോൾ പ്ലാസയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന ക്യാമറകളെല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ബാരിക്കാഡ്, അതായത് വാഹനങ്ങളെ തടഞ്ഞിരുന്ന ബാരിക്കാഡ് തകർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ ടോൾ പിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നും വാഹനങ്ങൾ, ഇപ്പോൾ നമ്മുടെ വാഹനം തന്നെ കടന്ന് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അവിടെ സെൻസർ ഉണ്ട്. ആ സെൻസറിൽ തുക ഈടാക്കിയിട്ടുണ്ട്. 80 രൂപ ഇപ്പോൾ പോയിട്ടുണ്ട്. അങ്ങനെ വാഹനങ്ങളിൽ നിന്നും തുക പിരിവ് ഈടാക്കുന്ന നിർത്തിയിട്ടില്ല. പക്ഷേ ജീവനക്കാരെല്ലാം തന്നെ ഇന്നലത്തെ വലിയ തോതിലുള്ള, അതായത് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത്. അതിൽ DYFI ഉണ്ട്, യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സംഘടനയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള പോലീസിനെ നിയന്ത്രിക്കുന്നതിനും അപ്പുറമായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്ന സംഘർഷം.
അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഭയപ്പെടുന്നത്. വലിയ രീതിയിൽ മറ്റു രീതിയിലേക്ക് ഇത് പോകുമോ എന്നൊരു ഭയം. ഏതായാലും നിലവിൽ 500ഓളം പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ സ്വമേധിയാണ് പോലീസ് കേസെടുത്തത്. ഇതിന് പുറമെ 25ഓളം പേർക്കെതിരെ, അതായത് ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ 25ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും AKM അഷ്റഫ് MLA AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി കരുതൽ തടങ്കലാണ്, അവിടെ നിന്നും വിട്ടയക്കുമെന്നാണ് പോലീസ് പറയുന്നത്. MLAക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടോ കേസ് നിലവിലെടുത്തിട്ടില്ല. അത്തരം കേസ് എടുക്കാനുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതേസമയം ഇവിടെ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത്തരം പ്രശ്നങ്ങൾ ഇന്നും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നൊരു കണക്കുകൂട്ടൽ, അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചത്. നമുക്കിപ്പോൾ എൻ്റെ പിറകിലൊക്കെ കാണാം, വലിയ പോലീസ് വാഹനങ്ങളൊക്കെ കാണാം. അങ്ങനെ വലിയ തോതിൽ പോലീസിനെ ഇവിടെ രംഗത്തിറക്കി പോലീസ് വളരെ ബുദ്ധിപരമായി ഇവരെ അനുനയിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം. അതായത് ബലം പ്രയോഗിച്ചുള്ള ഒരു അറസ്റ്റല്ല, അനുനയിപ്പിച്ച് AKM അഷ്റഫ് MLA ഉൾപ്പെടെ അല്പസമയത്തിന് മുമ്പാണ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത് ഈ സമരം തുടരും എന്ന് തന്നെയാണ്. ഏതായാലും മഞ്ചേശ്വരം, കാസർഗോഡ് 2 മണ്ഡലങ്ങളും നമുക്കറിയാം BJP 2ാം സ്ഥാനത്താണ്. പ്രത്യേകിച്ച് മഞ്ചേശ്വരം മണ്ഡലം, ഇത് മഞ്ചേശ്വരം മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ സംഭവം. BJP സമരത്തിലില്ല, ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിലുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അഭിലാഷ്, അതാണ് ഇതിൽ ഒരു ഭാഗത്ത് സമരത്തിന്റെ സ്വഭാവമുണ്ട്, സമരത്തിന്റെ ആവശ്യകത എന്നത് ഉണ്ട്, അല്ലെങ്കിൽ സമരക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്നതുണ്ട്. അതിനപ്പുറത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്തവണ കൂടുതൽ പിടിമുറുക്കുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP പ്രവർത്തിക്കുന്നു. അതിൽ തന്നെ 9 മണ്ഡലങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അതിൽ അധികവും തിരുവനന്തപുരം ഒക്കെയാണ്. തിരുവനന്തപുരത്ത് തന്നെ നിയമവും വട്ടിയൂർക്കാവും ഒക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷേ മഞ്ചേശ്വരവും അത്തരത്തിൽ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായി കണക്കാക്കുമ്പോൾ ഈ വിഷയം ഏത് തരത്തിലാണ് BJPക്ക് തിരിച്ചടിയാകാൻ അതിനൊരു മറുപടി ഇവിടെ ഇതാ അഷ്റഫിന് കിട്ടുന്ന ഒരു മൈലേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അഷ്റഫ് സ്വന്തം ആളുകളെ അടക്കം ഒരുമിപ്പിച്ച് നിർത്തുക, ഇടതുമുന്നണിക്കും അത്തരത്തിൽ കൃത്യമായൊരു രാഷ്ട്രീയവും ഒക്കെ പറയാനുണ്ടാകും. അവിടെ രാഷ്ട്രീയ പോരിന് കളമൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ ആ മേഖലയെ എങ്ങനെയാണ് ഇത് സ്വാധീനിക്കുക? BJPക്ക് എന്ത് പ്രതിരോധമാണ് ഇതിൽ തീർക്കാനുള്ളത്? അഭിലാഷേ, ഈ സമരം നടത്തുന്നത് AKM MLA അല്ല, അഷ്റഫ് MLA അല്ല. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ, അതായത് വലിയ തോതിൽ ഇത്തരത്തിൽ പണം മുടക്കേണ്ടി വരുന്നു ഈ ഒരു ടോൾ പ്ലാസ കാരണം, അങ്ങനെ പൊറുതിമുട്ടി മഞ്ചേശ്വരം മണ്ഡലത്തിലെയും അതുപോലെ തന്നെ കാസർകോട്ടെയും ജനങ്ങൾ നടത്തുന്ന ഒരു സമരമാണ്, ജനകീയ സമരമാണ്. ആ സമരത്തിനാണ് ആദ്യം തന്നെ മുസ്ലിം ലീഗ് പിന്തുണ നൽകുന്നതും AKM അഷ്റഫ് MLA ഈ സത്യാഗ്രഹ സമരം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും. അങ്ങനെ അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സജീവമായി ഇടപെടുന്ന ഒരു സമരമായി മാറി. ഇതിൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാം വലിയ എതിർപ്പിലാണ് ഈ ഒരു ടോൾ പ്ലാസക്കെതിരെ. അവർ ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ചത്. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത വികസനം ഉയർത്തിക്കാട്ടി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ML അശ്വിനുടെ ഒരു അഭിമുഖം നമ്മൾ എടുത്തിരുന്നു. അതിലൊക്കെ പറഞ്ഞത് വികസന നേട്ടം ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ജനങ്ങളെ സമീപിക്കും, അങ്ങനെ മഞ്ചേശ്വരത്ത് ജയിക്കാൻ സാധിക്കുമെന്നാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വികസനം, അങ്ങനെ ഒരുപാട് കേന്ദ്ര തലത്തിലുള്ള വികസനം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുമ്പോഴാണ് ആ ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തിയാകാതെ കോടതിയിൽ ഒരു കേസ് നിലനിൽക്കെ കോടതിയിൽ ഒരു വിധി വരുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ ഇങ്ങനെ പണം പിരിക്കുന്ന ഒരു നടപടിയുമായി ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ദേശീയപാത അതോറിറ്റിക്കെതിരെയോ അതല്ലെങ്കിൽ ഈ ടോൾ പിരിവിനെതിരെയോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഏതായാലും ഈ കുന്തമുന ഈ BJPക്ക് നേരെ തന്നെയാണ് തിരിഞ്ഞിട്ടുള്ളത്. BJPക്കെതിരെ തന്നെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധമുള്ളത്. ഏതായാലും നമുക്കറിയാം 89 വോട്ടിന്റെ ഒരു വ്യത്യാസം രണ്ടാമത് ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ന് താഴെ മാത്രം വ്യത്യാസം. അങ്ങനെ ഒരു വർഷമായി BJP വലിയ തോതിൽ ആളുകളെ കാണുകയും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആരംഭിച്ച ഒരു ഘട്ടമാണ്. വളരെ പൊടുന്നനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഇവർക്ക് വരുന്നത്. ഇതിൽ BJPക്ക് ഇതുവരെ ഒരു പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും ഈ സമരത്തിലുണ്ട് എന്നതാണ് പ്രധാനം. BJP വിചാരിച്ചാൽ ഈ ടോൾ പിരിവ് ഒഴിവാക്കാൻ കഴിയുമെന്ന രീതിയിലൊക്കെ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇനി ഏതായാലും BJPയുടെ നീക്കം ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ്, അതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും
MLA നടത്തുന്ന സത്യാഗ്രഹ സമരം തൽക്കാലം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി ഈ ടോൾ പിരിവിൽ മുന്നോട്ട് പോകുമോ, അതല്ല ടോൾ പിരിവ് അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകുമോ, അതിന് BJP മുൻകൈ എടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വലിയ അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സർവീസ് റോഡില്ലാത്തൊരു പ്രശ്നമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് മാറി 50 കിലോമീറ്റർ മാറിയാണ് യഥാർത്ഥ ടോൾ ബൂത്ത് വരേണ്ടത്. അവിടെ ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം മഞ്ചേശ്വരം മണ്ഡലം, ഇതിന് തൊട്ട് സമീപമുള്ള കാസർഗോഡ് മണ്ഡലത്തിലെ കാര്യം കൂടി ഇത് ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്നും ഇവിടെ സജീവമായി ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്തത് തന്നെ എന്നെ നെല്ലിക്കുന്നാണ്. അത്തരത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ അഭിമാന പോരാട്ടം നടക്കുന്ന 2 മണ്ഡലം, ഈ 2 മണ്ഡലം കാസർഗോഡും മഞ്ചേശ്വരവും കഴിഞ്ഞ കുറേ കാലങ്ങളായി മുസ്ലിം ലീഗ് വിജയിച്ചു പോരുന്ന മണ്ഡലം. ഇത്തവണ AKM അഷ്റഫ് തന്നെ കളത്തിലിറങ്ങുന്നു. ഇനി ഒരു പക്ഷേ കാസർഗോഡ് ഈ ഒരു സന്ദർഭം മുതലാക്കി എന്നെ നെല്ലിക്കുന്നതിന് 4ാമത്തെ തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം സജീവമാണ് അദ്ദേഹം ഈ സമരത്തിൽ. അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ, രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ മുന്നണിക്കകത്തും നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ഒരു ടോൾ പ്ലാസ ഒരു സംഭവം മാറിയിട്ടുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ അടുത്ത നീക്കങ്ങൾ എന്ത്, ഇതിൽ ഇനി അടുത്ത പ്രതികരണം അവർ എന്താണ് നൽകാൻ പോകുന്നത്, ജനങ്ങളോട് എന്ത് മറുപടിയാണ് ഈ കാര്യത്തിൽ BJP നൽകുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും അത്തരം കാര്യങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. വികസനം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ വികസനത്തിന് ജനങ്ങളെ കൊള്ളയടിക്കുന്ന എന്ന മുദ്രാവാക്യവുമായി അത്തരത്തിലുള്ള പ്രതികരണവുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡും കാണാൻ സാധിക്കുന്നത്. അഭിലാഷ്. ശരി, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷം ആവശ്യത്തിന് രാഷ്ട്രീയം പറയുക, അതിനപ്പുറത്ത് വികസനത്തിന് പ്രാധാന്യം നൽകുക, വികസന വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയപാതകൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നാടിൻ്റെ നാഡീഞരമ്പുകൾ റോഡുകൾ ആണ് എന്ന് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയുള്ള ആ റോഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ അധിക നികുതി ഭാരം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഒപ്പം ഇത്തരം സംവിധാനങ്ങളൊക്കെ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ടോ, കുറ്റമറ്റ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ പക്കൽ നിന്ന് പണം ഈടാക്കുമ്പോൾ തന്നെ അതിന് ആനുപാതികമാകുന്ന സേവനം നൽകുന്നുണ്ടോ, ഇതെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് ഇവിടെ ഈ ടോളിൻ്റെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ അഷ്റഫ് MLA ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ അഷ്റഫ് MLA അറസ്റ്റ് ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുന്ന ഒരു പശ്ചാത്തലം ഇതര പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അഷ്റഫിന് പറയാനുള്ളത് എന്താണ് എന്ന പുതിയ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടി അല്ല, നമ്മൾ എന്ത് അറസ്റ്റ് ചെയ്താലും സമരം മുന്നോട്ട് കൊണ്ടുപോകും. അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതൊരു ശാന്തമായ സമരം. എന്തിനു അറസ്റ്റ് ചെയ്യണം? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.